രണ്ടുപേര് ചായക്കടയിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ പെട്ടെന്ന് ഒരുത്തൻ വന്ന് അവിടെ ഇരുന്നപ്പോ ചായ കുടിച്ചുകൊണ്ടിരുന്നവൻ ഇവനെന്തോ പരിചയമുണ്ടല്ലോ എന്ന് നോക്കി ഒന്നിങ്ങനെ മുഖത്തൊക്കെ നോക്കിയപ്പോൾ കുറച്ചേരം നോക്കിയിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എവിടുന്നാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആളെ മനസ്സിലായപ്പോ അയ്യോ സാറിന് എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ സാറ് ചോദിച്ചു നീ ആരാ? അപ്പം ആള് പറഞ്ഞു സാറെന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ന് സ്കൂളിൽ 7th ഗ്രേഡിൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞപ്പം സാറ് കുറെ കഴിഞ്ഞിട്ട് ഈ കുട്ടിയോട് ചോദിച്ചു എടാ നീ ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ ഞാനും ഒരു അധ്യാപകനാന്ന് പറഞ്ഞു. അപ്പൊ സാറിന് ഭയങ്കര കൗതുകം. കാര്യം ഈ സാറ് തന്നെ അധ്യാപനം കൊണ്ട് ഉള്ളിൽ കുറെ കാര്യങ്ങളിൽ ദുഃഖിതനാണ്. അതായത് പുള്ളി വിജയിച്ച പോലെ അധ്യാപനത്തിൽ വിജയിച്ചിട്ടില്ല. പുള്ളി ദുഃഖിതനായിരിക്കും. ചോദിച്ചു എടാ നിനക്ക് എങ്ങനെ അധ്യാപകനായെന്ന് തോന്നി, നിനക്ക് എന്നാ ഇൻസ്പിറേഷൻ അധ്യാപകനാകാൻ? ആള് പറഞ്ഞു സാറ് തന്നെയായിരുന്നു എനിക്ക് ഇൻസ്പിറേഷൻ. അപ്പൊ ഈ സാറ് ചോദിച്ചു ഞാൻ നിന്നെ അധ്യാപകനാകാൻ മാത്രം ഇൻസ്പയർ ചെയ്തെന്നോ, അതെങ്ങനെയാടാന്ന് ചോദിച്ചു. പറഞ്ഞു സാറിന് ഓർമ്മയുണ്ട് അന്ന് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം എന്റെ സ്കൂളിൽ നമ്മുടെ സ്കൂളിൽ ഒരു കുട്ടി ഒരു പുതിയ വാച്ചുമായിട്ട് വന്നു. എനിക്കാണെങ്കിൽ വാച്ചില്ലായിരുന്നു. വാച്ച് കെട്ടണമെന്ന് ഭയങ്കര കൊതിയായിരുന്നു. ആ കൊതി മൂത്തത് കൊണ്ട് ഞാൻ അവന്റെ വാച്ച് മോഷ്ടിച്ചു. സാറിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല. മോഷ്ടിച്ചിട്ട് ഞാൻ എന്റെ പോക്കറ്റിൽ വെച്ചു. പക്ഷെ ആ കുട്ടി വാച്ച് കാണാതായി പേരൻസിനെ അറിയിച്ചു, ബന്ധുക്കളെ അറിയിച്ചു. അവരെല്ലാം കൂടെ കൊടിയും പിടിച്ച് സ്കൂളിൽ വന്നു. ഇപ്പൊ വാച്ച് കാണണമെന്ന് പറഞ്ഞ് സാറിനെ ബുദ്ധിമുട്ടിച്ചപ്പോ സാറ് പേരൻസിനെയും ബന്ധുക്കളെയും ഒക്കെ സ്കൂളിലെ ക്ലാസ്സിന് പുറത്തു നിർത്തിയിട്ട് സാറ് നടത്തിയ ഒരു നാടകം ഉണ്ടായിരുന്നു. അത് ഞാൻ മറക്കില്ല സാർ. എന്ത്? സാറ് കുട്ടികളോടെല്ലാം പറഞ്ഞ് എല്ലാവരും കണ്ണടക്കണം, ഒരാൾ പോലും കണ്ണ് തുറക്കരുത്. അങ്ങനെ എല്ലാരെയും കണ്ണടപ്പിച്ചതിന് ശേഷം സാറ് പതുക്കെ എല്ലാവരുടെയും പോക്കറ്റ് കൈയിട്ട് നോക്കി. ഓരോരുത്തരുടെ പോക്കറ്റ് കൈയിട്ട് വാച്ചില്ല. അവസാനം എന്റെ പോക്കറ്റ് കൈയിട്ടപ്പോ വാച്ച് ഉണ്ടായിരുന്നു. സാറ് പതുക്കെ അത് എടുത്തിട്ട് വീണ്ടും അടുത്തുള്ള ആളുകളുടെ പോക്കറ്റ് പരതി കൊണ്ടുപോയി. അവസാനം സാറ് എല്ലാവരോടും കണ്ണുറക്കാൻ പറഞ്ഞു. തുറന്നതിന് ശേഷം വാച്ച് എടുത്ത് ബന്ധുക്കളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ആ കുട്ടിയോടും വാച്ച് കെട്ടിക്കൊള്ളാൻ പറഞ്ഞു. അന്ന് എന്നെ സ്വാധീനിച്ചത് സാറിന് വേണമെങ്കിൽ ഉടനെ തന്നെ ഇന്നയാളാണ് വാച്ചെടുത്തത് എന്ന് അവിടെ പറയാമായിരുന്നു. കുട്ടികളുടെ മുമ്പിൽ എന്നെ കള്ളനാക്കാമായിരുന്നു. അവരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്താമായിരുന്നു. എന്റെ ഡിഗ്നിറ്റി മുഴുവൻ തകർക്കാമായിരുന്നു. പക്ഷേ ഒരക്ഷരം ഇന്ന് വരെ സാർ അതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. അതാണ് ഒരു അധ്യാപകന് ഒരു കൊച്ചിന്റെ മേലുണ്ടാകുന്ന, ഒരു സ്റ്റുഡന്റിന്റെ മേലുണ്ടാകുന്ന ഇമ്പാക്റ്റിന്റെ ആഴം എന്നെ മനസ്സിലാക്കിച്ചത്. അന്ന് ഞാൻ തീരുമാനിച്ചു ഓരോ വ്യക്തികളെയും ഇത്രത്തോളം ഇമ്പാക്ട് ചെയ്യാൻ പറ്റുന്ന, ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന, വളർത്താൻ പറ്റുന്ന ഒരു ജോലി വേറെ ഇല്ലെന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ അധ്യാപകനായി തീരുമാനിച്ചത്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ആ സ്റ്റുഡന്റ് ചോദിച്ചു സാറിന് ഓർമ്മയില്ലേ? കാര്യം സാറിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇങ്ങനത്തെ ഒരു കള്ളനെ ആദ്യമായിട്ടായിരിക്കില്ല കണ്ടത്. ഇത്രയും വലിയ നാടകീയ രംഗം എടുത്തിട്ട് സാറിന് എന്നെ ഓർമ്മയില്ലേ എന്ന് ചോദിച്ചു. ഇല്ലടാന്നു. അതെന്താ സാർ അങ്ങനെ പറയുന്നത്? സാറിന് ഓർമ്മയില്ലാതിരിക്കാൻ ഒരു സാധ്യതയില്ല, തീർച്ചയായും ഓർമ്മ കാണും. സാറ് കാര്യം ഒന്ന് പറയാവോ എന്ന് ചോദിച്ചു. അപ്പൊ എടുത്ത വായിക്ക് സാറ് പറഞ്ഞടാ ഞാൻ നിന്നെ കണ്ടില്ല, കാരണം ഞാനും കണ്ണടച്ചായിരുന്നു പോക്കറ്റുകൾ പരതിക്കൊണ്ടിരുന്നത്. ഐ റിപ്പീറ്റ്, ഞാനും കണ്ണടച്ചായിരുന്നു പോക്കറ്റുകൾ പരതിക്കൊണ്ടിരുന്നത്. ആരുടെ പോക്കറ്റിൽ നിന്ന് കിട്ടിയെന്നത് അധ്യാപകനായ എനിക്കും അറിയില്ല എന്ന്.